ഫാർമസി MCQs ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ ഇസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ്. ഓക്കെ, സോ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് നമ്മൾ പറഞ്ഞു ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഐദർ ഇൻ ദ ബ്ലഡ് ആൻഡ് യൂറിൻ അല്ലേ. രണ്ടിടത്തും ഗ്ലൂക്കോസ് കൂടി നിൽക്കാം. ഇത് രണ്ടും ഏത് അസുഖത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് ചോദ്യം. ഹൈപ്പർ ടെൻഷൻ ആണോ? ഹൈപ്പർ ടെൻഷനിൽ എന്താണ് കൂടുക? ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. ഓക്കെ, സോ ബ്ലഡ് പ്രഷർ കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി വിൽ കോൾ ബൈ ദ നെയിം ഹൈപ്പർ ടെൻഷൻ. സോ BP യിലുള്ള ഇൻക്രീസ് ആയിരിക്കും ഹൈപ്പർ ടെൻഷനിൽ കാണാൻ സാധിക്കുക. ഡയബറ്റിസ് മെലിറ്റസിലാണ് എന്ത് സംഭവിക്കുക? ഗ്ലൂക്കോസ് നമ്മുടെ ബോത്ത് ബ്ലഡിലും പ്രസൻസ് ഉണ്ടാവും, അതേപോലെ യൂറിനിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആൻഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഡയബറ്റിസ് ഇൻസിപ്പിഡൻസും ഇറ്റ് ഈസ് ഓൾസോ എ മെറ്റബോളിക് ഡിസോർഡർ, പക്ഷെ കുറച്ചും കൂടെ അതൊരു ടൈപ്പ് 1 എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ. സോ യൂറിനിലുള്ള പ്രസൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത് മോർഫിൻ ഡെറിവേറ്റീവ് വിച്ച് കോസസ് അഡിക്ഷൻ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ അകത്ത് ആംഫിറ്റമൈൻ ഉണ്ട്, ഹെറോയിൻ ഉണ്ട്, ഫ്ലൂറാസെപ്പാം ആൻഡ് ഡയസെപ്പാം. ഇതിൻ്റെ അകത്ത് അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മോർഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ B, ഹെറോയിൻ. ഡയസെപ്പാം ഒരു ബെൻസോഡയസെപ്പീൻ ആണ്. ഫ്ലൂറാസെപ്പാം, ലാസ്റ്റ് സെപ്പാം വരുമ്പോൾ ആലോചിക്കുക, ഒരു സെഡേറ്റീവ് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിക് ആയിട്ടുള്ള ഒരു ബെൻസോഡയസെപ്പീൻ കാറ്റഗറി ആയിട്ടാണ് വരിക. ദെൻ ആംഫിറ്റമൈൻ ഇറ്റ്സ് എ സ്റ്റിമുലൻ്റ് അല്ലേ, റെസ്പിറേറ്ററി സ്റ്റിമുലൻ്റ് ആണ് ആംഫിറ്റമൈൻ എന്ന് പറയുന്നത്. സോ മോർഫിൻ ഡെറിവേറ്റീവ് വിച്ച് കോസസ് അഡിക്ഷൻ എന്നുള്ളതിൻ്റെ ഉത്തരം എന്താണ്? ഡയസെപ്പാം. അടുത്ത ചോദ്യം, വൈറസസ് ആൻഡ് കെമിക്കൽസ് ആർ ദ നോൺ കോസ് ഓഫ്. സോ ആർത്രൈറ്റിസ്, പെപ്റ്റിക് അൾസർ, നെഫ്രൈറ്റിസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ്. ആർത്രൈറ്റിസ് നിങ്ങൾക്കറിയാം, ജോയിൻസിൻ്റെ ഇടയിലുള്ള സൈനോവിയൽ മെംബ്രെയിൻ്റെ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെഫ്രൈറ്റിസ് അറിയാം, നെഫ്രോ എന്ന വേർഡ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ടു കിഡ്നി. സോ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോൺസിൻ്റെ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ നെഫ്രൈറ്റിസ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പെപ്റ്റിക് അൾസർ റിലേറ്റഡ് ടു ദ അൾസറേഷൻ ഓഫ് ദ GI tract. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, സോ ഹെപ്പാറ്റോ വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഹെപ്പാറ്റോ എന്നുള്ള വേർഡ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലിവർ. സോ ഐറ്റിസ് മീൻ വാട്ട്? ഇൻഫ്ലമേഷൻ. സോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ലിവറിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. 3 തരത്തിലുള്ള ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. 4 ടൈപ്പായിട്ട് ഹെപ്പറ്റൈറ്റിസിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് മെയിൻലി ഫുഡ് അല്ലെങ്കിൽ കെമിക്കൽസ്, വൈറസ് എന്നൊക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ടൈപ്പ് 2 അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, ദെൻ ഹെപ്പറ്റൈറ്റിസ് D. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഓക്കെ, സോ നമ്മളുടെ ചോദ്യം വൈറസും കെമിക്കൽസും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏത് അസുഖത്തിലേക്കാണ് എന്നാണ് ചോദിക്കുന്നത്. ആർത്രൈറ്റിസ് അല്ല, പെപ്റ്റിക് അൾസർ അല്ല, നെഫ്രൈറ്റിസ് അല്ല. ഇറ്റ് ഈസ് ഓപ്ഷൻ D, ഹെപ്പറ്റൈറ്റിസ്. നെക്സ്റ്റ് വൺ, എ ടെറാറ്റോജനിക് ഡ്രഗ് കോസസ് ടോക്സിറ്റി ടു. സോ ടെറാറ്റോജൻ എന്നുള്ള വേർഡ് തന്നെ എന്താ? ഇറ്റ് കോസസ് toxicity to fetus എന്നുള്ളതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ. സോ നമ്മളുടെ ചോദ്യം എന്താണ്? ടെറാറ്റോജൻ എന്താണ്, അല്ലെങ്കിൽ ടെറാറ്റോജനിക് ഡ്രഗ് എന്താണ്? ടെറാറ്റോജൻ എന്ന് പറഞ്ഞാൽ ഫീറ്റസിന് അപകടം ഉണ്ടാക്കുന്ന മരുന്നുകൾ എന്നുള്ളത് ആണ്. ഫീറ്റസിന് അപകടം ഉണ്ടാക്കുന്നതാണ് ടെറാറ്റോജനിക്. സോ ഓപ്ഷൻ C ആണ് ഉത്തരം. Next one, a drug used to deter alcoholic from caffeine, disulfiram, amphetamine and diazepam. So ഒരു ആൽക്കഹോളിക്കിൻ്റെ കേസിൽ ആ ആൽക്കഹോളിക്കിൻ്റെ ബോഡിയിൽ ഉണ്ടാകാവുന്ന ഒരു റിയാക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡൈസൾഫിറാം എന്നുള്ള ഏജൻറ്റ്. പക്ഷേ ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ടും ബോഡിയിൽ നിന്ന്
എക്സ്ക്രീറ്റ് ആയി പോയതിനു ശേഷം മാത്രമേ നമുക്ക് ഡൈസൾഫറാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ല എങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. ചില ഡ്രഗ്സിൻ്റെ കേസ് നമ്മൾ ഡൈസൾഫറാം ലൈക്ക് ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡൈസൾഫറാം ലൈക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അതൊരു ലീതൽ ഇഫക്റ്റ് തരുന്ന ഒരു ഏജൻറ്റാണ്. സോ ആൽക്കഹോളിൻ്റെ ടോക്സിറ്റീസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻറ്റാണ് ഡൈസൾഫറാം. ഡയസെപ്പാം, ആംഫിറ്റമൈൻ, കഫീൻ ഒന്നുമല്ല. ഓൾ ദീസ് ആർ സ്റ്റിമുലൻസ്. Next one, AMAZE test used as carcinogen indicators. So AMAZE test എന്ന് പറയുന്നത് ബ്രൂസ്, BRUCE, ബ്രൂസ് MS ബ്രൂസ് MS എന്നൊരു സയൻറ്റിസ്റ്റ് ആണ് ഫസ്റ്റ് ടൈം കാർസിനോജിക് ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ട് ഈ MS ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഹിസ് പർപ്പസ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ബാക്ടീരിയാസ്. ഓക്കെ, സോ ബാക്ടീരിയനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ AMAZE ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസർ സയൻറ്റിസ്റ്റ് ആണ് ബ്രൂസ് MS. സോ AMAZE ടെസ്റ്റ് ഈസ് എ കാർസിനോജൻ ഇൻഡിക്കേറ്റർ ഓഫ് ബാക്ടീരിയ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, a genetically determined abnormal drug reaction. 4 വാക്കുകളുണ്ട്. ടാക്കിഫൈലാക്സിസ്, ഇഡിയോസിൻക്രസി, ടെറാറ്റോജെനിസിറ്റി, അലർജി. അലർജി നമ്മൾ പറയും യൂട്ടിക്കാരിയ പോലെ സ്കിന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഏതെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസിനോട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. സോ എനി ആൻറ്റിജൻ കംസ് ടു ദ ബോഡി കുഡ് പ്രൊഡ്യൂസ് ആൻ ആൻറ്റിബോഡി ആൻഡ് കൻ എക്സിബിറ്റ് റിയാക്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ടെറാറ്റോജെനിസിറ്റി. വാട്ട് ഇസ് ടെറാറ്റോജെനിസിറ്റി? ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ടെറാറ്റോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫീറ്റസിന് ടോക്സിസിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏജൻറ്റുകളെയാണ് നമ്മൾ ടെറാറ്റോജൻ എന്ന് പറയുന്നത്. അവരുണ്ടാക്കുന്ന ടോക്സിറ്റിയാണ് ടെറാറ്റോജെനിസിറ്റി എന്ന് പറയുന്നത്. ഇനി ടാക്കിഫൈലാക്സിസ്. ടാക്കിഫൈലാക്സിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു പേഷ്യൻറ്റിന് 100 mg ഡോസ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ലോങ് ടേം ഈ 100 mg ഡോസ് കൊടുത്തു കഴിയുമ്പോൾ പേഷ്യൻ്റ് കുറച്ച് നാൾക്ക് ശേഷം ഈ ഡ്രഗിനോട് റിയാക്ട് ചെയ്യാതെ വരുന്നു. അതായത് കൊടുത്തുകൊണ്ടിരുന്ന ഡോസിനോട് പേഷ്യൻ്റ് ടോളറേറ്റഡ് ആകുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ടാക്കിഫൈലാക്സിസ് എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരവസ്ഥ. ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻ, അതായത് പേഷ്യൻ്റെ ബോഡിയിൽ ഓൾറെഡി ചില ജനറ്റിക്കൽ മോഡിഫിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻ്റ് ബാക്കിയുള്ള ആൾക്കാർ റിയാക്ട് ചെയ്തില്ലെങ്കിലും ഈ പർട്ടിക്കുലർ ഏജൻറ്റിനോട് റിയാക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇഡിയോസിൻക്രസി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് അബ്നോർമൽ ഡ്രഗ് റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് ഇഡിയോസിൻക്രസി. നെക്സ്റ്റ് വൺ ഇസ് കമ്പ്യൂട്ടർ പ്രോഗ്രാം used for monitoring and evaluation of drug interaction. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാവരും മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഡ്രഗ് ഇൻട്രാക്ഷൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം മെഡ്ലൈൻ ആയിക്കോട്ടെ, മെഡ്ലർ ആയിക്കോട്ടെ, മെഡിഫോൺ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഉപയോഗിക്കുന്നവരാണ്. നമ്മളുടെ ചോദ്യം എന്താണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാം, അതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാം വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എന്നുള്ളതാണ് ചോദ്യം. അതിനുത്തരം മെഡിഫോൺ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, ദ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് വിൽ ഗീവ് ദ മോസ്റ്റ് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ദ ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ്. അപ്പം ഏറ്റവും കൂടുതൽ റാപ്പിഡായിട്ട് നമുക്കൊരു ഓൺസെറ്റും ആക്ഷനും തരുന്നത് ഏത് റൂട്ടാണ്? ഇൻട്രാമസ്കുലർ ആണോ, IV ആണോ, ഓറൽ ആണോ, അതോ സബ്ക്യൂട്ടേനിയസ് ആണോ എന്ന് ചോദിച്ചാൽ IV ഇൻട്രാവീനസ് ആയിട്ടാണ്. 100% ബയോ അവൈലബിലിറ്റി കിട്ടുന്നതും ഇൻട്രാവീനസ് ആയിട്ട് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ്. അടുത്ത ചോദ്യം, ദ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് ഈസ് കൺസിഡർഡ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് ബയോ അവൈലബിലിറ്റി. കംപ്ലീറ്റ് ബയോ അവൈലബിലിറ്റി തരാൻ സാധിക്കുന്നത് ഏത് റൂട്ടിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസിഡർഡ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഓറലി ആണോ? ഞാൻ പറഞ്ഞു ഇല്ല, ഒരു ഡ്രഗ് കൊടുത്ത് 60% വരെ കിട്ടുള്ളൂ. ഇൻട്രാഡെർമൽ ആണോ? അല്ല. ഇൻട്രാമസ്കുലർ ആണോ? അവിടെ ഡീപ്പോർട്ടായിട്ടാണ് അല്ലേ, പതിയെ ഡ്രഗ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുള്ളൂ. ഉത്തരം 100% ബയോ അവൈലബിലിറ്റി തരുന്നത് IV ഇൻട്രാവീനസ് റൂട്ടാണ്. അടുത്തത്
The passage of drug molecules across a cell membrane from a region of high concentration is known as the high concentration ഉള്ള ഒരു റീജിയനിൽ നിന്ന് ഡ്രഗ് മോളിക്യൂൾ ലോ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിലേക്ക് പോകുന്നതിന് ആക്റ്റീവ് ഡിഫ്യൂഷൻ എന്നാണോ പാസീവ് ഡിഫ്യൂഷൻ എന്നാണോ ബയോ അവൈലബിലിറ്റി എന്നാണോ ബയോ ട്രാൻസ്ഫോർമേഷൻ എന്നാണോ പറയുന്നത്? ബയോ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ബയോ ട്രാൻസ്ഫോർമേഷൻ ഡ്രഗ് മോയിറ്റി മെറ്റബിലൈസ്ഡ് ഫോമിലേക്ക് മാറുന്നതിനാണ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ബയോ അവൈലബിലിറ്റി എന്താണ്? അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡോസിൽ നിന്ന് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്ര എമൗണ്ട് ഓഫ് ഡ്രഗ് എത്തുന്നു എന്നുള്ളതാണ് ബയോ അവൈലബിലിറ്റി. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അറിയാലോ, മൂവ്മെന്റ് ഓഫ് ഡ്രഗ് മോയിറ്റീസ് അല്ലെങ്കിൽ എനി മോളിക്യൂൾസ് വിതൗട്ട് യൂസിങ് എനർജി. പാസീവ് അങ്ങനെയല്ല, ഇറ്റ് ഈസ് drug molecules across cell membrane from a region of high concentration നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ആക്റ്റീവിൻ്റെ അവിടെ നമുക്ക് ഒരു എനർജി റിക്വയർമെൻറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്, പാസീവിൻ്റെ അവിടെ നമുക്ക് ആവശ്യമില്ല. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സോ ക്രിയാറ്റിൻ ക്ലിയറൻസ് എന്തിൻ്റെ മെഷർമെൻറ്റിനാണ് സഹായിക്കുന്നത്? റീനൽ എക്സ്ക്രീഷൻ, ഗ്ലോമുലാർ ഫിൽട്രേഷൻ, ആക്റ്റീവ് റീനൽ സെക്രീഷൻ ആൻഡ് പാസീവ് റീനൽ അബ്സോർപ്ഷൻ. ഉത്തരം GFR ആണ്. ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ് ക്രിയാറ്റിൻ ക്ലിയറൻസിൻ്റെ ഒരു മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ ലോങ് ആഫ്റ്റർ ദ ഡോസ് വുഡ് എക്സാക്ട്ലി 75% ഓഫ് ദ ഡ്രഗ് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 2 മണിക്കൂറാണ്. Next question, the equation that describe rate of drug dissolution. ഡ്രഗിൻ്റെ ഡിസൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? നോയ്സ് വിറ്റ്നി ഇക്വേഷൻ, ഫിക്സ് ലോ, ലോ ഓഫ് മാസ് ആക്ഷൻ, ഹെൻഡേഴ്സൺ ഹെയ്സൽബച്ച് ഇക്വേഷൻ. ഓൾ ദീസ് ഹെൻഡേഴ്സൺ ഇക്വേഷൻ ഒക്കെ PH നോട്ട് ചെയ്യുന്നത് അല്ലേ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, നോയ്സ് വിറ്റ്നി ഇക്വേഷൻ. ദ ഇക്വേഷൻ ദാറ്റ് ഡിസ്ക്രൈബ് ദ rate of drug dissolution and it is called as noise Whitney equation. Next one, dose dumping is a problem of dose dumping എന്ന് പറഞ്ഞാൽ എന്താ? റിക്വയർഡ് എമൗണ്ട് ഓഫ് ഡ്രഗ് എടുത്തതിന് ശേഷം ബോഡി ഈ പർട്ടിക്കുലർ ഡ്രഗിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സോ ഡ്രഗ് ഡംപിങ് അല്ലെങ്കിൽ ഡോസ് ഡംപിങ് എന്നൊക്കെ പറഞ്ഞാൽ എക്സസൈറ്റിലെ ഡോസിനെ അക്യുമുലേറ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത്. കംപ്രസ്ഡ് ടാബ്ലറ്റ് ആയിരിക്കുമോ ഡോസ് ഡംപിങ് ഉണ്ടാക്കുക? അതോ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂളുകളാണോ? അതോ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ ആണോ? ഓർ മോഡിഫൈഡ് റിലീസ് ഡ്രഗ് പ്രോഡക്റ്റ് ആണോ? ഉത്തരം എന്താണ്? മോഡിഫൈഡ് റിലീസ് ഡ്രഗ് പ്രോഡക്റ്റ് ആണ് ഉത്തരം. Next one, the intensity of the pharmacological action of a drug depends upon. അപ്പം ഒരു ഡ്രഗിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ ആണോ അതോ ഡ്രഗിൻ്റെ ഹാഫ് ലൈഫ് ആണോ? കോൺസെൻട്രേഷൻ, ഹാഫ് ലൈഫ്, ഓൺസെറ്റ് ടൈം ആണോ ആഫ്റ്റർ ഓറൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നീട് എന്താണ് മിനിമം ടോക്സിക് കോൺസെൻട്രേഷൻ ഇൻ ദ പ്ലാസ്മയാണോ? അപ്പം ഒരു ഡ്രഗിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് അറ്റ് ദ റിസപ്റ്റർ സൈറ്റ് ആണ്. Next one, the renal clearance of inulin is used for the measurement of. അപ്പം ഇനുലിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ റീനൽ ക്ലിയറൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഇഫക്റ്റീവ് റീനൽ ബ്ലഡ് ഫ്ലോ ആണോ? റേറ്റ് ഓഫ് റീനൽ ഡ്രഗ് എക്സ്ക്രീഷൻ ആണോ? ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണോ? ആക്റ്റീവ് റീനൽ സെക്രീഷൻ ആണോ എന്ന് ചോദിച്ചാൽ റീനൽ ക്ലിയറൻസ് ഇനുലിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് GFR ആണ്. നേരത്തെയും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഇതേ ചോദ്യം തന്നെ. ഇനുലിൻ്റെത് GFR ആണ്. നെക്സ്റ്റ് വൺ, ആൻറ്റാസിഡ് പ്രിപ്പറേഷൻസ് മേ സ്റ്റെയിൻ ദ സ്റ്റൂൾ. സോ ആൻറ്റാസിഡ്സ് നമ്മുടെ സ്റ്റൂളിന് കൊടുക്കുന്ന സ്റ്റെയിൻ എന്താണ് എന്ന് ചോദിച്ചാൽ വൈറ്റ് ആണ്, റെഡ്, ഓറഞ്ച്, പർപ്പിൾ ഒക്കെ വരാം. സോ ആൻറ്റാസിഡ്സിൽ യൂഷ്വലി ഉണ്ടാവുക എന്തൊക്കെ ഉണ്ടാവും? കാൽസ്യം ഉണ്ടാവും, ദെൻ മഗ്നീഷ്യം ഉണ്ടാവും, അലൂമിനിയം ഉണ്ടാവും. So all these agents, these could make the stool white. Next one, lidocaine. Lidocaine എന്താണ്? It is a local anesthetic അല്ലേ. So lidocaine hydrochloride നമ്മൾക്ക് ഓറലി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണ്? ഇൻഇഫക്റ്റീവ് ആണോ ഈ റൂട്ടിൽ? അതോ ആസിഡിറ്റി കൂടുതലായതുകൊണ്ടാണോ? ടോക്സിസിറ്റി ഉണ്ടാവുന്നത് കൊണ്ടാണോ? അൺസ്റ്റേബിൾ ആവുന്നത് കൊണ്ടാണോ? ഇറ്റ് ഈസ് ഇൻഇഫക്റ്റീവ് ബൈ ദിസ് റൂട്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. Next one, which of the following interact with vasopressin? വാസോപ്രസിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഏജന്റ് ഏതാണ്? ക്ലോറാംഫിനിക്കോൾ, ഡൈകൗമറോൾ, ക്ലോർപ്രോപ്പമൈഡ്, ഡൈഫീനൈൽ ഹൈഡാൻഡയോൺ. ഓപ്ഷൻ സി
ക്ലോർപ്രോപ്പമൈഡിനോടാണ് നമ്മുടെ വാസോപ്രസിൻ ഇന്ററാക്ട് ചെയ്യുന്നത്. ക്ലോർപ്രോപ്പമൈഡ് പ്ലസ് വാസോപ്രസിൻ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ, the two major properties of drug that are usually modified by complexation. So രണ്ട് ഡ്രഗ്സിൻ്റെ രണ്ട് മേജർ പ്രോപ്പർട്ടീസ് ആണ് കോംപ്ലക്സേഷന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യിക്കുന്നത്. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഓക്കെ, ദ ടു മേജർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡ്രഗ്സ് ദാറ്റ് ആർ യൂഷ്വലി മോഡിഫൈഡ് ബൈ കോംപ്ലക്സേഷൻ. കോംപ്ലക്സേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്? ഓർഡർ ആണോ, ടേസ്റ്റ് ആണോ, ടേസ്റ്റ് ആണോ, സോലിബിലിറ്റി ആണോ, കെമിക്കൽ സ്ട്രക്ചർ ആണോ, സോലിബിലിറ്റി ആണോ, കോംപ്ലക്സേഷൻ കൊണ്ട് സ്റ്റെബിലിറ്റി ആണോ, സോലിബിലിറ്റി ആണോ ഇംപ്രൂവ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്റ്റെബിലിറ്റി ആൻഡ് സോലിബിലിറ്റി. നെക്സ്റ്റ് വൺ, azathioprine is used primarily as, okay, so azathioprine, cyclosporin ഇവരെയൊക്കെ നമ്മൾ പറഞ്ഞു they are used as immunosuppressive agents ആയിരുന്നു അല്ലേ? സോ ട്രയാങ്കുലൈസർ അല്ല, ആന്റിഡോട്ട് അല്ല, ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ആണോ? അതെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആന്റി ഹൈപ്പർടെൻസീവ് അല്ല. azathioprine is an immunosuppressive drug. Next one, choose the following drug which undergoes marked hydrolysis in the GI tract. GI tractൽ എത്തിക്കഴിയുമ്പോൾ ഹൈഡ്രോളിസിന് വിധേയമാകുന്ന ഈ കൂട്ടത്തിലെ ഒരു ഡ്രഗിന്റെ പേര് പറയൂ. ആസ്പിരിൻ, ഹൈഡ്രോകോർട്ടിസോൺ, പെനിസിലിൻ ആൻഡ് ക്രോസിൻ. ക്രോസിൻ ഇസ് മെയിൻലി യൂസ് ഫോർ ഹെഡ് ഏക്ക് അല്ലെ? ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു ഡ്രഗും കൂടിയാണ്. സോ ഓപ്ഷൻ സി പെനിസിലിൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോളിസിസ് ഇൻ ദ GI ട്രാക്ട് സംഭവിക്കുന്നത് പെനിസിലിൻ ആണ്. Which of the following impart a pale blue fluorescence to the urine? അപ്പം pale blue അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീനിഷ് ബ്ലൂ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാലും ഉത്തരം എഴുതേണ്ടത് യൂറിനിൽ ഈ ഒരു ഫ്ലൂറസെൻസ് തരുന്നത് ട്രയാംറ്ററിൻ്റെ ക്യാരക്ടറാണ്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമ്പാർട്ട് എ പെയിൽ ബ്ലൂ ഫ്ലൂറസെൻസ് ടു ദ യൂറിൻ എന്നാണ് ചോദ്യം. ലാസിക്സ്, കസ്കാര, ട്രയാംറ്ററിൻ, നൈട്രോഫ്യൂറൻടോയിൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ട്രയാംറ്ററിൻ, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ ഇസ് phase 1 മെറ്റബോളിസം നോർമലി ഇൻവോൾവ്. സോ രണ്ട് തരം റിയാക്ഷൻസ് ഉണ്ടെന്നറിയാം, phase 1ഉം phase 2ഉം. phase 1ന്റെ പ്രത്യേകത എന്താണ്? ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്. ഒക്കെ ഇവിടെയോ ഗ്ലൂക്കോറനൈഡ് കോൺജുഗേഷൻസ് ഒക്കെ നടക്കുന്നതാണ് phase 2 റിയാക്ഷൻസ്. നമ്മളുടെ ചോദ്യം എന്താണ്? phase 1 മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്? ഓക്സിഡേഷൻ ഉണ്ട്, കണ്ട, റിഡക്ഷൻ ഉണ്ട്, കണ്ട, ഹൈഡ്രോളിസിസ് ഉണ്ട്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, azathioprine produces pharmacological action after metabolized to. ഞാൻ പ്രോഡ്രഗ് എന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? സോ പ്രോഡ്രഗിനകത്ത് എന്താണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്? ഒരു ഡ്രഗ് ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയം അതിന് നമ്മൾ ഒരു കാരിയറിൻ്റെ കൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ഡ്രഗ് ബോഡിയിൽ എത്തിയതിനു ശേഷം ആ ഡ്രഗ് കാരിയറിനെ വിട്ടിട്ട് അടുത്ത മെറ്റബലൈസ്ഡ് ഫോമിലേക്ക് പോകുന്നു. ഇത് ഡ്രഗിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഹൈ ഡോസ് ഓഫ് ഡ്രഗ് ബ്ലഡിൽ എത്താൻ സഹായിക്കും. നല്ല ഒരു ഇംപ്രൂവ്ഡ് പാലറ്റബിലിറ്റി ഡ്രഗിന് തരാനും സഹായിക്കും. സോ നമ്മളുടെ ചോദ്യം, azathioprine നമ്മുടെ ബോഡിയിൽ എത്തിയതിനു ശേഷം അത് എന്തായിട്ട് മെറ്റബലൈസ് ചെയ്യുന്നതാണ് ചോദ്യം. സോ പ്രോഡ്രഗ് ആയിട്ടുള്ള ഒരു azathioprine അല്ലെങ്കിൽ azathioprine ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് മെർക്കാപ്റ്റോപ്യൂരിൻ അല്ലെങ്കിൽ 6-മെർക്കാപ്റ്റോ ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, സോ അല്ലോപ്യൂരിനോളും മെത്തോട്രക്സേറ്റും മെർക്കാപ്റ്റോപ്യൂരിനും മെത്താംഫിറ്റമൈനും ഉണ്ട്. ഉത്തരം മെർക്കാപ്റ്റോപ്യൂരിനാണ്. 6-മെർക്കാപ്റ്റോപ്യൂരിനായിട്ടാണ് azathioprine മാറുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിഗാർഡ് ആസ് എ നാർക്കോട്ടിക്? പ്രൊപ്പക്സൈഫീൻ, മോർഫീൻ, കൊഡീൻ ആൻഡ് ഹെറോയിൻ. സോ പ്രൊപ്പക്സൈഫീൻ എന്ന് പറയുന്ന ഡ്രഗ് ഒഴിച്ച ബാക്കി എല്ലാം നാർക്കോട്ടിക് കാറ്റഗറി ആണല്ലേ. കൊഡീൻ, ഹെറോയിൻ, മോർഫീൻ ഇവരെല്ലാവരും എന്താണ്? ഓൾ ദീസ് ആർ നാർക്കോട്ടിക് ഡ്രഗ്സ്. നെക്സ്റ്റ് വൺ, ഫാർമസിസ്റ്റ് ഷുഡ് കോഷൻ patient who is taking niacin. നയാസിൻ എന്ന് പറയുന്ന മെഡിസിൻ എടുക്കുന്ന സമയം നമ്മൾ
പേഷ്യൻറ്റിനെ ഈ പർട്ടിക്കുലർ ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതോ ഒരു പേഷ്യൻ്റ് കൗൺസിലിംഗ് കൊടുക്കണം. ഒന്ന്, സ്റ്റെയിൻസ് ദ യൂറിൻ ബ്രൈറ്റ് കളർ. ബ്രൈറ്റ് റെഡ് ആയിട്ട് യൂറിനെ സ്റ്റെയിൻ ചെയ്യുമെന്നാണോ, ഫുഡിൻ്റെ ശേഷം ഫുഡിൻ്റെ കൂടെ എടുക്കണം എന്നാണോ, ഇത് കഴിക്കുമ്പോൾ മസിൽ വീക്ക്നെസ് ഉണ്ടാകുമെന്നാണോ, അതോ ഫുഡിന് മുമ്പ് കൊടുക്കണോ, ഫുഡിൻ്റെ കൂടെ കൊടുക്കണോ, മസിൽ വീക്ക്നെസ് ഉണ്ടാവുമോ, യൂറിൻ്റെ കളർ ചേഞ്ച് ചെയ്യുമോ? ഉത്തരം ഫുഡ്. ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ വിത്ത് മീൽസ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് ക്യാൻ കോസ് GI ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത. നെക്സ്റ്റ് വൺ, ഹാഷിഷ് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഓപ്പിയം, മെസ്കാലൈൻ, ഹെറോയിൻ ആൻഡ് മരിജുവാന. ഓക്കെ, സോ ജയലക്ഷ്മി മാമിൻ്റെ നേരത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നെ ഒരു MCQയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒപ്പിയം, മസ്കാലൈൻ, ഹെറോയിൻ എന്നൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചോദ്യം, ഹാഷിഷ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്? ഹാഷ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു മരിജുവാന. ഓക്കെ, നെക്സ്റ്റ് വൺ, most drugs are strong electrolyte, weak electrolyte, highly ionic and none of these. Most of the drugs are weak electrolytes. Okay, so option B. Next one, the major mechanism of degradation of drug in the GI tract. Okay, so GI tract-il drug degrade ചെയ്യും അല്ലേ? അപ്പം അതിനുള്ള മേജർ മെക്കാനിസം ഏതാണ്? ഹൈഡ്രോളിസിസ് ആണോ, ഓക്സിഡേഷൻ ആണോ, കോൺജുഗേഷൻ ആണോ, റിഡക്ഷൻ ആണോ? മേജർ എന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ഓപ്ഷൻ എ, ഹൈഡ്രോളിസിസ്. നെക്സ്റ്റ്, ടെട്രാസൈക്ലിൻ ടെൻഡ് ടു ഫോം കോംപ്ലക്സസ് വിത്ത്. നമുക്കറിയാം ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കുമ്പോൾ അത് നമ്മുടെ പല്ലിന് ഡിസ്കളറേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? കാൽസിഫിക്കേഷൻ നടക്കുന്ന ഇടത്തേക്ക് ഇതിന് കുറച്ച് ടെൻഡൻസി കൂടുതലാണ് അല്ലേ ചെല്ലാനായിട്ട്. അപ്പം അത്തരം ഏരിയാസിൽ ചെല്ലുമ്പോൾ ബോൺസ്, ടീത്ത് പോലെ ഹെവി കാൽസിഫിക്കേഷൻ നടക്കുന്ന ഇടത്ത് എത്തിയിട്ട് അത് എന്ത് ചെയ്യുന്നു? ബ്രൗൺ കളറേഷൻ, ഡിസ്കളറേഷൻ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെയാണ് ടെട്രാസൈക്ലിൻസ് അലൂമിനിയം അയോണിനോടും കാൽസ്യം അയോണിനോടും അയണിനോടും എല്ലാത്തിനോടും കോംപ്ലക്സ് ചേരാനുള്ള സാധ്യതയുണ്ട്. സോ ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരം. എന്തുകൊണ്ടാണ് കാൽസ്യം അയോൺസ് എന്നും കൂടെ നമ്മൾ എടുത്തു പറയുന്നത്? നമ്മൾ എസ്പെഷ്യലി പറയാറുണ്ട് ഷുഡ് നോട്ട് ബി ഗിവൺ അലോങ് വിത്ത് മിൽക്ക് എന്ന് പറയാറുണ്ട് അല്ലേ. സോ മിൽക്കിൻ്റെ കൂടെ നമ്മൾ ടെട്രാസൈക്ലിൻ കൊടുത്താൽ ഇറ്റ് വിൽ എഫക്ട് ദ calcium ions, it will interact with the calcium ions, പേഷ്യൻറ്റിൽ ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് വൺ, for which of the following drug biotransformation is essential for therapeutic activity? അപ്പം ഈ പറഞ്ഞതിൻ്റെ അകത്ത് ബയോ ട്രാൻസ്ഫർമേഷൻ ഏത് ഡ്രഗിനാണ് അതിൻ്റെ ആക്ടിവിറ്റിയിൽ പ്രധാനം? പ്രോ ഡ്രഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, നമ്മൾ ബോഡിയിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ആക്റ്റീവ് ഫോം ആകണമെങ്കിൽ അത് മെറ്റബിളൈസ് ചെയ്യണം. അത്തരത്തിലൊരു ഡ്രഗാണ് ഫെനാസെറ്റിൻ. ഓക്കെ, മെത്തനോൾ അല്ല, ആസ്പിരിൻ അല്ല, പെനിസിലിൻ G അല്ല, ഫിനാസെറ്റിൻ ആണ് ബോഡിയിലെത്തി ബയോ ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ ആക്റ്റീവ് ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ റൂട്ട് ഓഫ് മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫോർ ഡ്രഗ് വിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് പുവർലി. ഓക്കെ, IM, IV, സബ്ക്യൂട്ടേനിയസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇഞ്ചെക്ഷൻസിൻ്റെ സ്ട്രീമാണ് അല്ലേ, IV, IM, സബ്ക്യൂട്ടേനിയസ്. സോ ദേ ആർ ഹാവിങ് ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ, കുറച്ചും കൂടി ഒരു നല്ല ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും ദാൻ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ്. ടിഷ്യൂ ഇംപ്ലാന്റ് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇവർക്ക് എല്ലാവർക്കും നല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പുവർ ഡിസ്ട്രിബ്യൂഷൻ തരുന്നത് ടിഷ്യൂ ഇംപ്ലാന്റ് മാത്രമാണ്. നെക്സ്റ്റ് വൺ, ഹോസ്പിറ്റൽ ഫാർമസി സർവീസ് ഡീൽസ് വിത്ത്. അപ്പോൾ ഹോസ്പിറ്റൽ ഫാർമസി എന്നുള്ളതിനകത്ത് നമുക്കറിയാം എന്തൊക്കെ വരാറുണ്ട്? പ്രൊക്വയർമെന്റ്, മാനുഫാക്ചറിങ്, സ്റ്റോർ, ഡിസ്ട്രിബ്യൂഷൻ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഹോസ്പിറ്റൽ ഫാർമസിയുടെ സർവീസിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, then which of the following is not a major pathway അല്ലെങ്കിൽ type of biotransformation? Oxidation, conjugation, hydrolysis and റിഡക്ഷൻ. ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു മേജർ പാത്വേ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ബയോ ട്രാൻസ്ഫോർമേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ ഒരു മെയിൻ പാത്വേ അല്ലാത്തത് ഓക്സിഡേഷൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, അലോ. സോ നിങ്ങൾ കോഗ്നോസിൽ ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ടാകും. അലോസ് എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാക്സേറ്റീവ് ആണ്
അല്ലെ ലാക്സേറ്റീവ് ആക്ഷനാണുള്ളത്. അതേപോലെ തന്നെ അവർക്ക് ഒരു ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രീമിലും, അത് ഹെയർ, നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു എനർജി, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനൊക്കെ നമ്മളിപ്പോൾ അലോവേറാസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അലോ എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് എന്തിൽ ഉപയോഗിക്കാനാണ്? ഗ്യാസ്ട്രൈറ്റിസിനാണോ, കാർസിനോമയ്ക്കാണോ, ബേണിനാണോ, വെർട്ടിഗോയ്ക്കാണോ? അലോ ഈസ് എ വെരി ഗുഡ് ഇൻഗ്രീഡിയൻറ്റ് ഫോർ ബേൺ പ്രോഡക്ട്സ്. ഓക്കെ, ബേൺസിന് വേണ്ടിയിട്ട് അലോവേറ അല്ലെങ്കിൽ അലോ പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ കോസ് ഡിസ്കളറേഷൻ ഓഫ് ടീത്ത്? ക്ലോറോമൈസെറ്റിൻ, സൾഫർ, ഡയസീൻ, കനാമൈസിൻ ആൻഡ് അക്രോമൈസിൻ. ഓപ്ഷൻ ഡി അക്രോമൈസിൻ ആണ് ആൻസർ. ഓക്കെ, ബാക്കി ഒന്നും ഡിസ്കളറേഷൻ ഓഫ് ടീത്ത് ഉണ്ടാക്കില്ല. ഇതേപോലെ ഡിസ്കളറേഷൻ ഓഫ് ടീത്ത് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ആണ് ടെട്രാസൈക്ലിൻ. Which of the following can increase the serum level of penicillins? നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ത്രിപാഠി ടെക്സ്റ്റിലൊക്കെ പെനിസിലിൻസും പ്രൊബൻസിഡും കമ്പൈൻ ചെയ്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. സാലിസിലേറ്റ് ഉണ്ട്, പ്രൊബൻസിഡ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, ആന്റാസിഡ് ഉണ്ട്. പെനിസിലിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൊണ്ട്, പെൻസിലിൻ്റെ എക്സ്ക്രീഷൻ കുറച്ചുകൊണ്ട് പെൻസിലിൻ്റെ സെറം ലെവൽ കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻറ്റാണ് പ്രൊബൻസിഡ്. ഓക്കെ, സോ സെറം ലെവൽ ഓഫ് പെൻസിലിൻ കൂടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻറ്റ് പ്രൊബൻസിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ ലിമിറ്റിംഗ് ഫാക്ടർ ഇൻ ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് സസ്പെൻഷൻസ്. സസ്പെൻഷൻസിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന, അതിൻ്റെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഉത്തരമാണ് നമുക്ക് വേണ്ടത്. സോ പ്രിൻസിപ്പൽ ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണ്? ഡിസൊല്യൂഷൻ റേറ്റ് ആണോ, വിസ്കോസിറ്റി ആണോ, കെമിക്കൽ സ്റ്റെബിലിറ്റി ആണോ, ഫിസിക്കൽ സ്റ്റെബിലിറ്റി ആണോ? ഓപ്ഷൻ എ ഡിസൊല്യൂഷൻ റേറ്റ് ആണ് അതിൻ്റെ ഉത്തരം. നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് പ്രസൻറ്റ് ഇൻ PHC. സോ PHCയിൽ ഉണ്ടാവേണ്ട നമ്പർ ഓഫ് ഫാർമസിസ്റ്റിൻ്റെ എണ്ണം 1 ആണ്. സോ എത്ര ഫാർമസിസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ വേണം എന്നുള്ള ഒരു പെർഫെക്റ്റ് നമ്പർ ഉണ്ട്. അതായത് PHC പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് 1 ആണ്. ഇനി ലെസ് ദാൻ 100 ബെഡുള്ള ഹോസ്പിറ്റലിൽ വേണ്ടുന്ന ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമുള്ളതും പറയാം. ഔട്ട് പേഷ്യൻ്റ് സർവീസ് മാത്രമുള്ള അടുത്ത് നമുക്ക് വേണ്ടുന്ന നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി 200 മുതൽ 300 വരെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എത്ര പേരാണ്? 3 പേരാണ്. 300 മുതൽ 500 ബെഡ് വരെ ഉള്ളിടത്ത് നമുക്ക് വേണ്ടത് 5 ഫാർമസിസ്റ്റ് ആണ്. മനസ്സിലായോ? ഇനി 500 മുതൽ ഉള്ള ബെഡ് സൈസ് ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് എത്ര പേര് വേണം? വി നീഡ് 8 മെമ്പേഴ്സ്. ഓക്കെ, ഇനി മോർ ദാൻ 1000 ആണ് എന്നുണ്ടെങ്കിൽ വി നീഡ് 50 ആൻഡ് 1000 ബെഡിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ ഓരോ 100 പേഷ്യൻറ്റിനും നമ്മൾ എന്ത് വേണം? വി ഹാവ് ടു ആഡ് എക്സ്ട്രാ 1 ഫാർമസിസ്റ്റ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് അറിയാം, പക്ഷെ മനസ്സിലാക്കുക. PHCയിൽ വേണ്ടുന്ന നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് എണ്ണം 1 ആണ്. 100 ബെഡിൽ കുറവുള്ളതും ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമുള്ള ഹോസ്പിറ്റലുകളിൽ ഒരു ഫാർമസിസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ 200 മുതൽ 300 ബെഡുള്ള ഹോസ്പിറ്റലിൽ 3 പേര്, 300 മുതൽ 500 പേഷ്യൻസ് ഹോസ്പിറ്റൽസിൻ്റെ ബെഡിലെടുത്ത് വേണ്ടുന്ന ഫാർമസിസ്റ്റിൻ്റെ എണ്ണം 5, 500-ൽ കൂടുതലുള്ളടുത്ത് 8, 1000-ന് മുകളിലാണെങ്കിൽ 15. ദെൻ ഓരോ 100 പേഷ്യൻറ്റിനും വേണ്ടുന്നത്, ഓരോ 100 ബെഡുള്ള ഹോസ്പിറ്റലിലും ഓരോ 100 പേഷ്യൻറ്റിനും ഒരു എക്സ്ട്രാ 1 ഫാർമസിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ, ദ പ്രിലവൻറ്റ് ഡ്രഗ് ഇൻട്രാക്ഷൻ ഓഫ് ദ ഫ്ലൂറൈഡ് സൊല്യൂഷൻ ഇൻവോൾവ്. സോ ഫ്ലൂറൈഡിന് ഒരു ഡ്രഗ് ഇൻട്രാക്ഷൻ ഉള്ളത് ഈ താഴെ പറയുന്ന ഏത് പ്രോഡക്ട്സുമായിട്ടാണ്? എഗ്, മീറ്റ്, ഫിഷ്, ഡയറി പ്രോഡക്ട്സ്. സോ it is a very prevalent. It is a drug interaction of fluoride with dairy products ആയിട്ടാണ് interaction വരുന്നത്. Next one, the drug that reverses plasma protein binding is often referred to as. Okay, so plasma protein binding നെ റിവേഴ്സ് ചെയ്യുന്ന ഏജന്റുകളെ നമ്മൾ പ്രോട്ടീൻ ഹൈഡ്രോലൈസേറ്റ് എന്നാണോ, ഡിസ്പ്ലേസർ എന്നാണോ, എൻസൈം ഇൻഹിബിറ്റർ എന്നാണോ, എൻസൈം എന്നാണോ, എന്താ പറയുക? ദ ഡ്രഗ് ദാറ്റ് റിവേഴ്സ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്ങിനെ നമ്മൾ ഡിസ്പ്ലേസർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ,
ടെസ്റ്റ് ഓഫ് മെഡിക്കൽ സിലിണ്ടേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിറ്റിക് ടെസ്റ്റ് ആണോ, ടെൻസൈൽ ടെസ്റ്റ് ആണോ, ഇമ്പാക്റ്റ് ആൻഡ് ബെൻഡ് ടെസ്റ്റ് ആണോ, എന്താണ് ചെയ്യുന്നത്? ഈ സിലിണ്ടറുകൾ, മെഡിക്കൽ സിലിണ്ടറുകൾ ടെസ്റ്റ് ചെയ്യുവാനായിട്ട് ഈ എല്ലാ മെത്തേഡുകളും ഉപയോഗിക്കാം. ഹൈഡ്രോളിറ്റിക്, ഇമ്പാക്റ്റ് ആൻഡ് ബെൻഡ് ആൻഡ് ടെൻസൈൽ ടെസ്റ്റ് എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ബാൻഡേജ് യൂസ്ഡ് ടു സപ്പോർട്ട് ആൻഡ് ഇമ്മൊബിലൈസ് മെനി പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലൊരു ഇമ്മൊബിലൈസിങ് കൊടുക്കാനായിട്ട്, സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാൻഡേജ് ട്രയാങ്കുലർ ആയിരിക്കണമോ, അഡ്ഹസീവ് ആണോ, ക്രേപ്പ് ആണോ, ഗോസ് ആണോ? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഈസ് ട്രയാങ്കുലർ. നെക്സ്റ്റ് വൺ, ഓറൽ ഹൈപ്പോഗ്ലൈസീമിക്സ് ആർ യൂസ്ഡ് മോസ്റ്റ് യൂസ്ഫുൾ. സോ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് അല്ലെങ്കിൽ OHA എന്ന് നമ്മൾ വിളിക്കുന്ന ഏജന്റ് ഡയബറ്റീസിലാണ് യൂസ് ചെയ്യുക എന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഡയബറ്റീസിലാണ് ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജന്റ് OHA എന്നുള്ള ഏജന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ചോദ്യം നോക്കാം. ഓറൽ ഹൈപ്പോഗ്ലൈസീമിക്സ് ആർ യൂഷ്വലി മോസ്റ്റ് യൂസ്ഫുൾ. ജുവനൈൽ ഡയബറ്റിസ്, ലയബിൾ ഡയബറ്റിസ്, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് ആൻഡ് ബ്രിറ്റിൽ ഡയബറ്റിസ്. സോ ഡയബറ്റിസ് മെൽറ്റസ് എന്ന് പറയുന്നത് മെച്യൂരി ഓൺസെറ്റ് ഡയബറ്റിസ് ആണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീക്ക്ലി ബേസിക് ഡ്രഗ്സ് ആർ എലിമിനേറ്റഡ് ബെസ്റ്റ് അണ്ടർ വാട്ട് കണ്ടീഷൻ? സോ വീക്ക്ലി ബേസിക് ആയിട്ടുള്ള ഡ്രഗ് ആൽക്കലൈൻ യൂറിനിലാണോ, അസിഡിക് യൂറിനിലാണോ, ന്യൂട്രൽ യൂറിനിലാണോ, നൺ ഓഫ് ദീസിലാണോ? വീക്ക്ലി ബേസിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നല്ലത് ആസിഡിക് ആയിട്ടുള്ള യൂറിൻ കൊടുക്കുമ്പോഴാണ്. ഓക്കെ, സോ ദിസ് ഇസ് ആസിഡിക് യൂറിൻ. ഇതിന് വേണ്ടി നമ്മൾ യൂഷ്വലി യൂറിൻ ആസിഡിക് ആക്കി മാറ്റാറുണ്ട് അല്ലേ? സെർട്ടൻ ഏജൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ യൂറിൻ്റെ നേച്ചർ ആസിഡിക് ആക്കാറുണ്ട്. സോ ദാറ്റ് വീക്ക്ലി ബേസിക് ആയിട്ടുള്ള ഡ്രഗ് എന്ത് ചെയ്യുന്നു? ആസിഡിക് യൂറിനിൽ കൂടെ എലിമിനേറ്റ് ആയിട്ട് പോകുന്നു. Next one, methotrexate should never be used concurrently with. So ഒരു incompatibility ആണ് ചോദ്യം. ആസ്പിരിൻ ആണ് കേട്ടോ. മെത്തോട്രെക്സേറ്റ് and aspirin should not be given together അല്ലെങ്കിൽ concurrently കൊടുക്കാൻ പാടില്ല. Okay, the fundamental principles of law of simili. Okay, like versus like എന്നാണ് പറയുന്നത്. ലൈക്ക് വേഴ്സസ് ലൈക്ക് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സിമിലർ വേഴ്സസ് സിമിലർ എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമിയോപ്പതി ആണോ, സിദ്ധയാണോ, ആയുർവേദയാണോ, അരോമ തെറാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമിയോപ്പതി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, സോ ക്യാപ്സിക്കം ഈസ് യൂസ്ഡ് ഇൻ ദ OTC ലിനിമൻ. സോ ക്യാപ്സിക്കം എന്ന് പറയുന്ന ഏജന്റ് നമ്മൾ ഓവർ ദ കൗണ്ടർ മെഡിക്കാമെന്റ്സ് അല്ലെങ്കിൽ ലിനിമെന്റുകൾ കൊടുക്കുമ്പോൾ, ലിനിമെന്റ് ഹാസ് ടു ബി അപ്ലൈഡ് വിത്ത് ഫ്രിക്ഷൻ അല്ലേ? സോ ലിനിമെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു പ്രൊമോട്ട് ഈസി സ്പ്രെഡിങ്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ട് വാംത്ത് അല്ലെങ്കിൽ ഹീറ്റ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ ഓപ്ഷൻസ് ഒന്നുമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത് ഒരു വാംത്ത് ഫീലിംഗ് കിട്ടാനായിട്ട്, നമ്മൾ ലിനിമെന്റ്സ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പെയിൻ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യാപ്സിക്കം. ഇറ്റ് പ്രൊഡ്യൂസസ് വാംത്ത് അല്ലെങ്കിൽ ഹീറ്റ് ഇൻ ദ ഏരിയ. ഓക്കെ.